8th സ്റ്റാൻഡേർഡിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ്സ് മിസറി ഇൻ ദ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. അതിൽ 2 സെഷൻ നമ്മുടെ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സെഷനിൽ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞത് ഒരു മൈക്രോസ്കോപ്പിലേക്ക് എങ്ങനെയാണ് നിരീക്ഷണ വസ്തു ഒബ്ജക്റ്റ് നമ്മൾ ഒബ്സർവിങ് മെറ്റീരിയൽ എങ്ങനെയാണ് വെക്കേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു റെക്കോർഡ് എഴുതാനുണ്ട്. ആ റെക്കോർഡിൻ്റെ പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം, അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതണം. നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ട് ഹിൻ്റ് അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഭാഗം. പേജ് നമ്പർ നോക്കാം എല്ലാവരും 10ാമത്തെ പേജിൽ കേട്ടോ. ദ സാമ്പിൾ ഫോർ ദ പ്രാക്ടിക്കൽ റെക്കോർഡിംഗ്. ഇത് തന്നെയാണ് മലയാളം മീഡിയത്തിൻ്റെയിലും പ്രവർത്തന കുറിപ്പിൻ്റെ മാതൃക. എങ്ങനെയാണ് ഒരു പ്രവർത്തന കുറിപ്പ് എഴുതാനായിട്ട്, ഒരു സാമ്പിൾ എഴുതാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു റൈറ്റ് ദ എയിം അല്ലേ. ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? എയിം എന്താണെന്ന് എഴുതണം. എന്താണ് എയിം? ലക്ഷ്യം എന്താണ്? നമ്മൾ റെക്കോർഡ് എഴുതുന്ന സമയത്ത് നിങ്ങളെ പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതണമെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ എയിം എന്ന് എഴുതാം, ലക്ഷ്യം എന്ന് എഴുതാം. എന്താ ലക്ഷ്യം? ടു ഫൈൻഡ് ദ സെൽ ഇൻസൈഡ് ദ പ്ലാന്റ്. നമ്മുടെ ലക്ഷ്യം എന്താ? പ്ലാന്റിൻ്റെ ഉള്ളിലെ സെല്ല് കണ്ടുപിടിക്കാൻ അല്ലേ? അതല്ലേ നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സെല്ലുകൾ നമുക്ക് കണ്ടുപിടിക്കണം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സെല്ലുകളെ, കോശങ്ങളെ നിരീക്ഷിക്കാൻ. കിട്ടിയോ? അപ്പോൾ എയിം എന്താ എഴുതി വയ്ക്കാം? കോശങ്ങളെ നിരീക്ഷിക്കാനായിട്ട്. കിട്ടിയ എല്ലാവർക്കും? രണ്ടാമത്തെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ലക്ഷ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ദ മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിക്കാൻ പറഞ്ഞു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്താണ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഒരു വേര് വേണം. ഏതിൻ്റെയാണ്? ദ റൂട്ട് ഓഫ് ദ പ്ലാന്റെയിൻ. ഫസ്റ്റ് എഴുതി വയ്ക്കുക എല്ലാവരും. രണ്ടാമത്തത് ആദ്യത്തെ എയിം എഴുതി. എയിം എന്താ എഴുതിയത് എല്ലാവരും? ടു ഫൈൻഡ് ദ സെൽ ഇൻ ദ പ്ലാന്റ്. പ്ലാന്റിലെ സെല്ല്, കോശങ്ങളെ കണ്ടുപിടിക്കാൻ. രണ്ടാമത്തത് എന്താണ് എഴുതുന്നത്? അതിൻ്റെ മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? റൂട്ട്. ആദ്യം എന്ത് വേണം? പ്ലാന്റെയിൻ്റെ റൂട്ട്, വേര്. മലയാളം മീഡിയക്കാർ മലയാളം പറയുന്നത് എഴുതി വയ്ക്കുക കേട്ടോ, വേര്. രണ്ടാമത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഓർഡറിൽ അങ്ങോട്ട് ശരിക്കല്ല എഴുതാം കേട്ടോ. വേര് വേണം. ആ വേര് മുറിക്കാൻ എന്ത് വേണം? ബ്ലേഡ് വേണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ് വേണ്ടത്? ഒരു ബ്ലേഡ് വേണം. മൂന്നാമത്തത് ഒരു പെട്രി ഡിഷ്, ഒരു ഗ്ലാസ് ബൗൾ വേണം എന്ന് തോന്നുന്നു. മലയാളം മീഡിയം സെയിം, ഇംഗ്ലീഷ് മീഡിയം സെയിം തന്നെയാണ് കേട്ടോ. പെട്രി ഡിഷ് എഴുതിക്കാം. പിന്നെ നാലാമത്തെ എന്താണ് വേണ്ടത്? അതിലേക്ക് എന്തൊഴിക്കണം എന്ന് പറഞ്ഞു? കുറച്ച് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വാട്ടർ, ജലം വേണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? പിന്നെ ഇവിടെ നമ്മൾ ഇത് പറഞ്ഞു, വേര് പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോഴേക്ക് എന്താണ് വേണ്ടത്? ഇവിടെ കളർ വേണം. അത് വേണ്ടേ? ഇവിടെ എന്താണ് വേണ്ടത്? സ്റ്റെയിൻ. ഇതെവിടെ ഉണ്ട്? സ്റ്റെയിൻ. സെയിം വേർഡ് തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും. സ്റ്റെയിൻ മലയാളം മീഡിയം സ്റ്റെയിൻ തന്നെ എഴുതാം. പിന്നെ എന്ത് വേണം? ഇവിടെ ഒരു ബ്രഷ് വേണം. ബ്രഷ് കൊണ്ടല്ലേ എന്ത്? ബ്രഷ് വേണം. പിന്നെ ഒരു വാച്ച് ഗ്ലാസ് വേണം. പിന്നെ ഒരു നീഡിൽ, ഒരു സൂചി വേണം. പിന്നെ ഒരു കവറിങ് ഗ്ലാസ് വേണം, മൂടാനായിട്ട് കവറിങ് ഗ്ലാസ് വേണം. പിന്നെ ഇവിടെ എന്തുണ്ട്? ഗ്ലിസറിൻ, കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കുന്നില്ലേ. അപ്പോൾ ഗ്ലിസറിൻ വേണം. പിന്നെ ഗ്ലിസറിൻ തുടച്ചു മാറ്റാൻ ഒരു ടിഷ്യൂ പേപ്പർ വേണം. ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ അവസാനം എന്ത് വേണം? ഒരു മൈക്രോസ്കോപ്പ് വേണം. ഇതൊക്കെ കൊണ്ടുപോയി വെക്കേണ്ടത് എവിടെയാ? ഒരു മൈക്രോസ്കോപ്പിലല്ലേ വെക്കേണ്ടത്, എന്നാലല്ലേ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം നിരീക്ഷിക്കാനുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് റിക്വയർഡ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് ശരിക്കും നോക്കുക. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്? റൂട്ട്, വേര്, ബ്ലേഡ്, പെട്രി ഡിഷ്, ജലം, വാട്ടർ, സ്ലൈഡ്, ബ്രഷ്, സ്റ്റെയിൻ, വാച്ച് ഗ്ലാസ്, നീഡിൽ കവറിംഗ് ഗ്ലാസ്, ഗ്ലിസറിൻ, ടിഷ്യൂ പേപ്പർ ആൻഡ് ദ ലാസ്റ്റ് വൺ മൈക്രോസ്കോപ്പ്. വ്യത്യാസമുള്ള വാക്കുകൾ മാത്രം പറഞ്ഞു തന്നേക്കണം കേട്ടോ മലയാളം മീഡിയത്തിന്. ഇതുള്ള റൂട്ടിൻ്റെ അവിടെ വേര് എന്നാക്കണം. പിന്നെ വാട്ടർ എന്നുള്ളത് ജലം. ബാക്കിയെല്ലാം സെയിം തന്നെ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് റിക്വയർഡ്. എഴുതാൻ കിട്ടിയില്ല എല്ലാവർക്കും? എനിക്ക് എഴുതി കാണിച്ചു തരണം കേട്ടോ. എയിം എഴുതണം. പിന്നത്തെ എന്താണ്? ഇവിടെ മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് പ്രൊസീജിയർ. എന്തൊക്കെയാണ് പ്രൊസീജിയർ? പ്രൊസീജിയർ ഇത് ശരിക്കും 8 സ്റ്റെപ്പ് കൊണ്ട് എഴുതി വയ്ക്കാം അല്ലേ. എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കിയത്? ഒന്നാമത്തെ തുടങ്ങി നിങ്ങൾ ശരിക്കും പോയിന്റ് ഇട്ടിട്ട് 8 എണ്ണം ശരിക്കും താഴെ എഴുതാം. പിന്നെയുള്ളത് എന്താണ്? പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒബ്സർവേഷൻ. നിങ്ങൾ എന്ത് ഒബ്സർവേഷനിലേക്ക് എത്തി? എന്താണ് നിരീക്ഷിച്ചത്? ഒബ്സർവ് ചെയ്തത് എന്താണ്?
എന്താ ഒബ്സർവ് ചെയ്യണത്? നമ്മൾ ലെൻസിനെ വലുതാക്കി കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിലായിരുന്നെങ്കിൽ ടീച്ചർ ശരിക്കും കാണിച്ചു തരും, എക്സ്പെരിമെന്റ് നടത്തി കാണിച്ചു തരും. അപ്പോൾ എന്താ കാണുക നമ്മളത്? ഇപ്പം നമ്മൾ എന്തായാലും കണ്ടില്ല, പക്ഷെ നിങ്ങൾ സങ്കല്പിക്കുക കണ്ടു എന്നുള്ളത്. എന്താണ് എഴുതി വയ്ക്കേണ്ടത്? വേരിൻ്റെ ഛേദം വലുതായിട്ട്, മാഗ്നിഫിഷൻ. റൂട്ട് ഓഫ് ദ എഴുതി വയ്ക്കാൻ എന്തെന്നാ? റൂട്ട് ഓഫ് ദ പ്ലാന്റെയിൻ ഇസ് മാഗ്നിഫൈഡ്, വലുതായിട്ട് കണ്ടു എന്ന് അല്ലേ? കിട്ടിയ എല്ലാവർക്കും? അടുത്തത് നിഗമനമാണ്, ഇൻഫറൻസ്. ഇൻഫറൻസ് എന്ത് നിഗമനത്തിൽ നമ്മളിപ്പോൾ എത്തി? ഈ ഒരു എക്സ്പെരിമെൻ്റ് ഫുള്ള് നടത്തി വന്നപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഈ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ഇൻഫറൻസിലേക്കാണ് നമ്മൾ എത്തിയത്? പ്ലാന്റ്സ് ആർ മെയ്ഡ് വിത്ത് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന്. പിന്നെ എന്താണ്? അത്രയും ചോദിച്ചാൽ മതി. ഇറ്റ്സ് മെയ്ഡ് ഓഫ്, നമ്മൾ അതല്ലേ എയിം എന്തായിരുന്നു? നമ്മുടെ എയിം തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മുടെ എയിം എന്തായിരുന്നു? ലക്ഷ്യം എന്തായിരുന്നു? ടു ഫൈൻഡ് ദ സെൽസ് ഇൻ ദ പ്ലാന്റ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ഇൻഫറൻസിലേക്ക് എത്തിയേ? പ്ലാന്റിൻ്റെ സെല്ല് നമ്മൾ കണ്ടു ഇല്ലേ? അതിൻ്റെ പാർട്സ് എന്താണെന്ന് നമ്മൾ കണ്ടു എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ട ഈ ഭാഗമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു ചെറിയൊരു ഛേദം, ഒരു ചെറിയ തിന്നായിട്ടുള്ള കട്ടിയുള്ള കഷ്ണത്തിന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലുതാക്കി കണ്ടു. അതിൻ്റെ ഉള്ളിൽ കണ്ടോ കുഞ്ഞറകൾ ഉണ്ടെന്ന്, സ്മോൾ സെൽസ് ഉണ്ടെന്ന് കണ്ടോ? സെല്ലുകൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? സെല്ല്, അറകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ കുഞ്ഞറകൾ, അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ ടൈനി ചേമ്പേഴ്സിലാണ്, ചെറിയ അറകൾ എന്നാണ് സെല്ലുകളുടെ. അപ്പോൾ ഈ സെല്ലുകൾ നോക്കിയപ്പോൾ സെല്ലുകളുടെ ഉള്ളിൽ ചെറിയ ചെറിയ അറകൾ കണ്ടു എന്ന്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഇവിടെ എഴുതി വയ്ക്കുക ഇതെന്താണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഈ മൈക്രോസ്കോപ്പ് ഇല്ലാണ്ട് നമുക്കിതൊന്നും, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു വസ്തു ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് കുറേ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ പറ്റിയത്. ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? ഫസ്റ്റ് വൺ റോബർട്ട് ഹൂക്ക്. റോബർട്ട് ഹൂക്കാണ്. നമുക്ക് നോക്കാം മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ്. ആരാണ് ഇവിടെ കണ്ടുപിടിച്ചത്? റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹൂക്കാണ് ആദ്യമായി കോശത്തെ നിരീക്ഷിച്ചത് എന്ന്. ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹൂക്ക്. ഇനി ഏത് വർഷമാണെന്ന്? 1665 ഡേറ്റ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ നിങ്ങളത് പഠിക്കേണ്ട, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഒബ്സർവ് ദ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ. അന്ന് റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെയുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ല, രണ്ട് തരം മൈക്രോസ്കോപ്പിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ലെൻസ് വെക്കണം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഒന്നല്ല ഒന്നിനേക്കാൾ കൂടുതൽ, രണ്ടോ അതിലധികമോ ലെൻസ് ഉള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞത്. അത് പഠിച്ചതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷേ ഇവിടെ അയാൾ എങ്ങനത്തെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്? സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചിരുന്നത്. കിട്ടിയോ? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ലൈനാണ്. ഇവിടെ നിന്ന് നോക്കാം. ഹി ഒബ്സർവ് ദ സെഷൻസ് ഓഫ് ദ കോർക്ക് ത്രൂ ദ മൈക്രോസ്കോപ്പ് ആൻഡ് കോൾ ദ ടൈനി ചേമ്പേഴ്സ് ഇൻ ദ സെക്ഷൻ കോൾ സെൽ. അതിനെന്തെന്ന് അയാൾ വിളിച്ചു? സെൽ എന്ന് വിളിച്ചു. നോക്കുക, ഇവിടെ നമുക്ക് പടം തന്നിട്ടുണ്ട്. ഈ പടത്തിൽ കണ്ടോ എല്ലാവരും? ഇതിൻ്റെ ഉള്ളിൽ അയാൾ ഇതെന്താ ചെയ്തത്? റോബർട്ട് ഹൂക്ക് ഈ കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ അങ്ങോട്ട് നിരീക്ഷിച്ചപ്പോൾ കണ്ടത് എന്തായിരുന്നു? അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ അറകൾ, ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ എന്തെന്നാ പേര് കൊടുത്തത്? സെൽ എന്ന പേര് കൊടുക്കുകയാണ് ചെയ്തത്. കിട്ടിയോ? ഈ രണ്ട് ലൈനാണ് അതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലൈൻ എന്താണ്? ആരാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ, അതും എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ, ഇന്നത്തെ പോലത്തെ മൈക്രോസ്കോപ്പ് അല്ലായിരുന്നു, സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ന്. കിട്ടിയോ? പിന്നെ ലാസ്റ്റ് ലൈനിലാണ് കാണുന്നത് എന്താണ്? ത്രൂ ദ മൈക്രോസ്കോപ്പിൽ ഹി ഒബ്സർവ് ദ സെക്ഷൻ ഓഫ് ദ കോർക്ക് ത്രൂ ദ മൈക്രോസ്കോപ്പ് ആൻഡ് കോൾ ദ ടൈനി ചേമ്പേഴ്സ് സീൻ ഇൻ ദ സെക്ഷൻ. ഈ സെക്ഷൻ്റെ ഉള്ളിൽ ടൈനി ചേമ്പേഴ്സ് കണ്ടോ, ചെറിയ ചെറിയ അറകൾ പോലെ കാണുന്നത്, അതിനയാൾ പേര് കൊടുത്തു സെൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു
ഒരു കോക്കിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൽ എന്ത് ചെയ്തു, അതിൽ സെല്ലുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആദ്യത്തെ വ്യക്തിയാണ് റോബർട്ട് ഹൂക്ക്. ഇനി അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ എന്താണ്, സ്റ്റഡി ഓഫ് ദ സെൽ, ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സ്റ്റഡി ഓഫ് ദ സെൽ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് നൗ എ ഡേയ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് സെൽ ബയോളജി. അപ്പോൾ ചോദ്യം ഇതാണ്. ക്ലാസ് ശരിക്കും എല്ലാവരും കേട്ടിട്ട് പറയുന്നത് മാത്രം അടയാളപ്പെടുത്താൻ, ഫുൾ ബൈ ഹാർട്ട് ചെയ്യല്ലേ കേട്ടോ. വാട്ട് ഈസ് സെൽ ബയോളജി? എന്താണ് സെൽ ബയോളജി? ചോദ്യം ഇതാണ്, സെൽ ബയോളജി എന്താണെന്ന്. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പഠിക്കേണ്ട, നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. സ്റ്റഡി ഓഫ് ദ സെൽ, സ്റ്റഡി ഓഫ് ദ സെൽ, സെല്ലിനെ കുറിച്ചുള്ള പഠിക്കില്ലേ, ഈസ് ആൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഒരു ബ്രാഞ്ച്, ശാഖയാണ്. വിച്ച് ഈസ് നോൺ ആസ് സെൽ ബയോളജി. കിട്ടും എങ്ങനെയാണെന്ന് ഈ നടുക്കുള്ള ഇത് എഴുതണ്ട കേട്ടോ, ഇങ്ങനെ പഠിച്ചാൽ മതി. സ്റ്റഡി ഓഫ് ദ സെൽ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തുടങ്ങി മതി. വിച്ച് ഈസ് നോൺ ആസ് സെൽ ബയോളജി. കിട്ടിയോ? മലയാള മീഡിയക്കാർ നോക്കാം. കോശവിജ്ഞാനീയം, സെൽ ബയോളജി എന്ന് പറയുന്നത് എന്താണ്? ഏത് ശാസ്ത്രരേഖയാണ്? സെല്ലിനെ കുറിച്ച് പഠിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശവിജ്ഞാനീയം. കോശത്തിനെ കുറിച്ച്, കോശ പഠനത്തിനെ കുറിച്ചുള്ള കോശവിജ്ഞാനത്തിനെ കുറിച്ചുള്ള ഒരു ബൃഹത്തായ പഠനമാണ് കോശവിജ്ഞാനീയം. കിട്ടിയില്ലേ? സെൽ ബയോളജി എന്താണെന്ന്. അപ്പോൾ ഇതാണ് റോബർട്ട് ഹൂക്കിനെ കുറിച്ച്. നമ്മൾ റോബർട്ട് ഹൂക്കാണ് ഫസ്റ്റ്. ഇനി കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ പഠിക്കണം. അവരെല്ലാം പറഞ്ഞത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. നോക്കുക, പറയുന്നത് മാത്രം പഠിക്കുക. റോബർട്ട് ബ്രൗൺ, ഫസ്റ്റ് വൺ ആരാണ് നമ്മൾ പറഞ്ഞു? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ഹൂക്കാണ് ആദ്യം കണ്ടുപിടിച്ചത് കേട്ടോ. ഏറ്റവും ആദ്യം മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. ഇനി ഓരോരുത്തരുടെയും ഭാഗങ്ങൾ നമ്മൾ നോക്കാം, എന്താണ് ഓരോരുത്തരും ചെയ്തിരിക്കുന്നത്. മലയാള മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് വയ്ക്കാം. മലയാള മീഡിയക്കാർ ഇതിൽ നോക്കാം കേട്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇവിടെ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. സെല്ലിന് നമ്മളിവിടെ പറഞ്ഞു, സെല്ലിന് എന്തുണ്ടെന്ന്, നടുക്ക് ഒരു സെൻറ്റർ ഉണ്ടെന്നും ആ സെൻറ്ററിന് നെയ്മഡ് ഇറ്റ് ആസ് എ ന്യൂക്ലിയസ്. ആരാണ് ആദ്യം ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തത്? റോബർട്ട് ബ്രൗൺ. പഠിച്ചോ? ഇവിടെ നോക്കാം. മലയാളം കോശ കേന്ദ്രം കണ്ടെത്തിയത് ആരാ? റോബർട്ട് ബ്രൗൺ. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പോൾ റോബർട്ട് ബ്രൗണിൻ്റെ എല്ലാവരും കിട്ടിയോ? റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെൽ. കോശത്തിന് ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. സെല്ലിൻ്റെ നടുക്ക് കേന്ദ്രം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തു എന്ന്. രണ്ടാമത്തെ ആളാണ് എം ജെ ഷിൽഡൻ. എന്താണ് എം ജെ ഷിൽഡൻ? പ്രൊനൗൺസിയേഷൻ നോക്കാട്ടോ, ശരിക്കും പ്രൊനൗൺസ് ചെയ്യാം. എം ജെ ഷിൽഡൻ ആണ്. എന്താണ് എം ജെ ഷിൽഡൻ ചെയ്തത്? എം ജെ ഷിൽഡൻ പറയുകയാണ്, ഫൗണ്ട് ഔട്ട് ദാറ്റ് ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. സെല്ലുകൾ കൊണ്ടാണ് പ്ലാന്റിൻ്റെ ബോഡിനെ, സസ്യ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചതാണ് എം ജെ ഷിൽഡൻ. കിട്ടിയോ? ഇനി മൂന്നാമത്തെ ആളാണ് ആരാ? തിയോഡർ ഷ്വാൻ. എന്താണ് തിയോഡർ ഷ്വാൻ ചെയ്തത്? ഫൗണ്ട് ഔട്ട് ദാറ്റ് ബോഡി ഓഫ് എൻ ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. മൃഗങ്ങളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതും എന്താണ്? ജന്തുക്കളുടെ ശരീരം കോശ നിർമ്മിതമാണെന്ന് ആര് കണ്ടുപിടിച്ചു? തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാൻ. ഇവിടെ സസ്യങ്ങളുടെ ജീവിതത്തിൽ പ്ലാന്റിൻ്റെ ബോഡി സെല്ല് കൊണ്ടുണ്ടാക്കിയതെന്ന് ആരാ കണ്ടുപിടിച്ചത്? എം ജെ ഷ്ലിഡൻ ആണെങ്കിൽ ജന്തുക്കളുടെ ശരീരം കണ്ടുപിടിച്ചത് ആരും? ജന്തുക്കളുടെ ശരീരം സെല്ല് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാൻ ആണ് എന്ന്. ആൻഡ് ലാസ്റ്റ് വൺ ഇതിൽ പറയുന്നത് റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ എന്താണ് കണ്ടുപിടിച്ചത്? ഒബ്സർവ് ദാറ്റ് ഡിവൈഡിങ് ദ സെൽ ആൻഡ് ഇൻഫേർഡ് ദാറ്റ് ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽ. സെല്ലുകളെ, കോശങ്ങളെ നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല എന്ന്. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചിട്ട് അതിലെന്താ കണ്ടുപിടിച്ചത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്നുള്ള നിഗമനത്തിലെത്തിയാൽ റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ. അപ്പം 4 പേരെ കുറിച്ച് കിട്ടിയോ? എന്തൊക്കെയാണ് അവർ കണ്ടുപിടിച്ചത്? ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മളിവിടെ പറയുന്നത് ആരെക്കുറിച്ചൊക്കെയാണ്? ഫസ്റ്റ് വൺ റോബർട്ട് ബ്രൗൺ ആണ്. ഇവിടെ ഈ പേജിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റോബർട്ട് ഹുക്കിനെ കുറിച്ചാണ്. റോബർട്ട് ഹുക്ക് എന്താണ് കണ്ടുപിടിച്ചത്?
ഇവിടെ 4 പേര് കേട്ടോ. ഇത് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് മൈക്രോസ്കോപ്പ് ആദ്യം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞ റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ എന്താണ് കണ്ടുപിടിച്ചത്? സെല്ലിന് ഒരു സെൻറ്റർ ഉണ്ട്, ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തത് റോബർട്ട് ബ്രൗൺ ആണ്. MJ ഷ്ലിഡൻ പ്ലാന്റിൻ്റെ ശരീരം, ചെടികളുടെ സസ്യങ്ങളുടെ ശരീരം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിച്ചത് MJ ഷ്ലിഡൻ ആണെങ്കിൽ, ജന്തുക്കളുടെ ശരീരത്തിൽ സെല്ലുണ്ടെന്ന് കണ്ടുപിടിച്ചത്, സെല്ല് കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ജന്തുക്കളുടെ എന്ന് കണ്ടുപിടിച്ചത് തിയോഡാർ ഷ്വാൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് റുഡോൾഫ് വിർഷു. റുഡോൾഫ് വിർഷു എന്താ കണ്ടുപിടിച്ചത്? ഈ സെല്ലുകളെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അതിനെ വിഭജിക്കാനേ പറ്റുള്ളൂ എന്ന്. വിഭജിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ക്യാൻ ഡിവൈഡ് ദ സെൽ, ഒരു സെല്ലിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇൻഫർ ചെയ്തു, അയാൾ നിഗമനത്തിലെത്തി ദാറ്റ് ദ ന്യൂ സെൽ അറൈസസ് ഓൺലി ഇൻ ദ എക്സിസ്റ്റിംഗ് സെൽ. കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. നാളേക്ക് ഇവിടെ ഇതാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഇവിടെ ഒരു റെക്കോർഡ് എഴുതി ഉണ്ടാക്കണം, അത് നിങ്ങൾ നാളെ എഴുതി കാണിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് റോബർട്ട് ഹുക്കിന് എല്ലാവരും ഇന്ന് തന്നെ എഴുതാട്ടോ. ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു റെക്കോർഡ് എഴുതി ഉണ്ടാക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 5 പേരെ കുറിച്ച് പറഞ്ഞു. റോബർട്ട് ഹുക്കിനെ കുറിച്ച്, റോബർട്ട് ബ്രൗൺ, MJ ഷ്ലിഡൻ, തിയോഡാർ ഷ്വാൻ, പിന്നെ റുഡോൾഫ് വിർഷു. ഇവർ ഓരോരുത്തരും കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മളിനി സെല്ലുകളെ കുറിച്ച് നമ്മൾ പറയാണ്. സെൽ തിയറി എന്താണെന്നും സെല്ലിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.